ഗൈസ്, രാവിലെ 8:30 ഇവന് എണീക്കാൻ നേരമായില്ലേ എന്നൊരു അശരീരി കേട്ടിട്ട് ചാടി എണീറ്റ് കേട്ടോ. വേറെ ആരുമല്ല, അമ്മയാണ്. മമ്മി അപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ഇവന് 8:30 എണീക്കണം നേരമായില്ലേ. രാവിലെ എണീറ്റ് മൊബൈൽ നോക്കിയപ്പോൾ പറഞ്ഞത് ശരിയാണ്, ഏകദേശം ഒരു 8:30 8:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേ സമയത്ത് രാവിലെ അലാറമൊക്കെ വെച്ചിട്ട് കിടന്നതാണ്. രാവിലെ ഇന്ന് വെളുപ്പിന് എണീറ്റ് ജിമ്മിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാണ് കിടന്നത്. പക്ഷേ രാവിലെ ആകുമ്പോൾ എന്തോ അലാറമൊക്കെ ഓഫ് ചെയ്ത് വീണ്ടും കയറി കിടന്നു പറഞ്ഞു. അങ്ങനെ തലമുടിയൊക്കെ ഒന്ന് ചീകി ഒന്ന് ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ളൊരു വിചാരത്തിലാണ്. അങ്ങനെയാണ് നമ്മുടെ മോൾ അവിടെ കിടന്ന് നല്ല ഉറക്കം. അതേ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങും. അവൾക്കും 8:30 8:45 ഒരു വലിയ വിഷയമില്ല. അതെ വിളിച്ചതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ എന്നും എണ്ണീക്കുന്ന സ്വഭാവമാണ്. അതേ പാതി എണ്ണി, എന്നാലും ആ പുതപ്പിനടിയിൽ നിന്ന് ഇറങ്ങി വരാനും മടി. അങ്ങനെ രാവിലെ എൻ്റെ ഒരു പരിപാടിയുണ്ട്. എണ്ണീറ്റ ഉടനെ എനിക്ക് 3 5 ചെടികളെ ഉള്ളെങ്കിലും അതിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരമൊക്കെ നിൽക്കണം കേട്ടോ. അതെൻ്റെ ഒരു 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 രാവിലത്തെ ഒരു ശീലമാണ്. അങ്ങനെ അതിനെയൊക്കെ ഒന്ന് നോക്കി തലോടി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടു കേട്ടോ. ആ കാഴ്ച കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായി പോയി. അതിലൊരു നല്ലൊരു ബൊഗേൻവില്ല, നല്ല ഫ്ലവർ ഇട്ട് നിന്നൊരു ബൊഗേൻവില്ല കരിഞ്ഞു പോയി കേട്ടോ. എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സൂര്യപ്രകാശത്തിൻ്റെ വെയിലിൻ്റെ കാഠിന്യത്തിൽ കരിഞ്ഞു പോയതാണോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചെങ്കിലും വെയിലിൽ മറ്റു ചെടികളൊക്കെ കരിഞ്ഞു പോകേണ്ടതാണല്ലോ, അങ്ങനെ കരിഞ്ഞു പോയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഒരാഴ്ച മുമ്പ് വളമിട്ട കാര്യം ആലോചിച്ചത് കേട്ടോ. വളമിട്ടത് ഇച്ചിരി കൂടിപ്പോയതിൻ്റെ പരിമിത ഫലത്തിലുണ്ടായത് കേട്ടോ. അങ്ങനെ ഞാൻ വേറെ ചെടികളൊക്കെ നോക്കി. വേറെ ചെടികൾക്കൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒറ്റ ചെടിക്ക് മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് റെഡിയാക്കി എടുക്കാം എന്നൊരു പ്രതീക്ഷയിലാണ്. അങ്ങനെ ഇവിടെ അറ്റത്തിരുന്ന ഒരു ചെടി എടുത്ത് ആ ഒഴിഞ്ഞ കോണിലോട്ട് ഞാൻ വെച്ചിട്ട്, കാരണം അവിടെ ഒരെണ്ണം ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു അഭംഗിയാണ്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് തൽക്കാലത്തേക്ക് അതെടുത്തുകൊണ്ട് തണലത്ത് കൊണ്ടുവെക്കാമെന്ന് വെച്ചിട്ട് നേരെ നമ്മുടെ സിറ്റൗട്ടിൽ കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് കാർ പോർച്ചിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സ്ഥിതി എന്നറിയത്തില്ല. ഇനി ഒന്ന് ശ്രമിച്ച് നോക്കാം, അത് റെഡിയായി വരുമായിരിക്കും.